ഞാൻ ഡോക്ടർ ബിനിയ ബെത്സൈദ ഹോമിയോ ക്ലിനിക് കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്കിൻ ഫ്ലഡിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. എന്താണ് സ്കിൻ ഫ്ലഡിങ്? അത് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? അതേപോലെ അത് ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എന്താണ് സ്കിൻ ഫ്ലഡിങ് എന്ന് പറയുന്നത്? ഇപ്പൊ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഈ ഒരു വേർഡ്, ഇതിന്റെ പുറകിൽ ഒരുപാട് ടീനേജേഴ്സ് ഓടി നടക്കുന്നുണ്ട്. അപ്പൊ അതായത് നമ്മുടെ ശരീരത്തില് പ്രത്യേകിച്ച് നമ്മുടെ ഡ്രൈ സ്കിന്ന് ഉള്ള ആളുകളിൽ ഹൈഡ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പല കാര്യങ്ങൾ, സിറം ആകട്ടെ അല്ലെങ്കിൽ ഫേഷ്യൽ ഓയിൽ ആകട്ടെ ജെല്ലാകട്ടെ, ഇങ്ങനെ പല കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തിൽ നല്ല രീതിയിൽ പാളികൾ സൃഷ്ടിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഡ്രൈനെസ് ഉള്ള സ്കിന്ന് വളരെയധികം തിളങ്ങുകയും മൃദുവാവുകയും സോഫ്റ്റ് ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യത്തിനെയാണ് നമ്മൾ സ്കിൻ ഫ്ലഡിങ് എന്ന് പറയുന്നത്. എന്താണ് ഈ സ്കിൻ ഫ്ലഡിൽ സംഭവിക്കുന്നത്? ശരിയായിട്ട് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സിറം ആണെങ്കിലും ജെല്ലൊക്കെ ആണെങ്കിലും ഇത് വാട്ടറിനെ നല്ല രീതിയിൽ പിടിച്ചു നിർത്തും. ജലാംശം പിടിച്ചു നിർത്തുന്നു. നമ്മുടെ ചർമ്മത്തിൽ നിന്നും ജലാംശം പുറന്തള്ളാൻ അവർ സമ്മതിക്കാതെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ജലാംശം നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യുകയും തിളങ്ങുകയും ചെയ്യും. ഇത് ഇപ്പൊ പെട്ടെന്ന് കണ്ടുപിടിച്ച ഒരു കാര്യമല്ല. ശരിക്കും ഒരു കൊറിയൻ സ്റ്റൈലിലുള്ള ഒരു ബ്യൂട്ടീഷ്യൻ കെയർ ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്കിൻ ഫ്ലഡിങ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടില്, ഇന്ത്യയിൽ ഇത് പ്രചാരത്തിൽ വന്നിട്ട് അധികം നാളായിട്ടില്ല. ഇനി നമ്മൾ ഇത് കൂടുതലായിട്ടും കോൾഡ് കൺട്രീസിലെ, പ്രത്യേകിച്ച് നല്ല വിന്റർ ഉള്ള സ്ഥലങ്ങളിലാണ് ഈ ഒരു രീതി നമ്മൾ ഹൈഡ്രേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് ഉപയോഗിച്ചാൽ ശരിയാകുമോ, അല്ലെങ്കിൽ ഇതിന്റെ ശരിയായിട്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ കൂടുതലായിട്ട് പറഞ്ഞാൽ നമ്മുടെ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്ന്, അല്ലെങ്കിൽ ഫുൾ ടൈം നമ്മൾ ഒരു എയർ കണ്ടീഷൻ റൂമിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസ്, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ പാളി, ഏറ്റവും മുകളിലത്തെ പാളി വളരെ മോശമായി, ഇങ്ങനെയൊക്കെയുള്ള കേസുകളിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ല രീതിയിൽ ഹൈഡ്രേഷൻ ആവശ്യമാണ്. അതിൽ തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ക്ലെൻസർ ആണ് ആദ്യം ഉപയോഗിക്കുന്നത്. അത് ക്ലീൻ ചെയ്യാനുള്ളതാണ്. അത് കഴിഞ്ഞ് ടോണർ, അത് കഴിഞ്ഞ് നമുക്ക് സിറം പോലെയുള്ള, അത് ഇപ്പോൾ നമ്മുടെ പല ഗ്ലിസറിന്റെ സിറം അങ്ങനെ ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നു. ചിലവർ ഫേഷ്യൽ ഓയിലും ഉപയോഗിക്കുന്നു. പക്ഷേ ഈ അവസാനം പറഞ്ഞ അതായത് ക്ലെൻസർ ഒഴികെ ബാക്കി എല്ലാം തന്നെ ഹൈഡ്രേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലൊരു ചിന്ത എന്താണ്? നമ്മൾ 2 എണ്ണം ഹൈഡ്രേഷന് വേണ്ടി ഉപയോഗിച്ചാൽ 5 എണ്ണം ഉപയോഗിച്ചാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആകും എന്ന് കരുതുന്നു. പക്ഷെ എന്താണ് ഇതിന്റെ ദോഷഫലം എന്ന് വെച്ചാൽ, നമ്മൾ ശരിയായിട്ട് ഉപയോഗിക്കാതിരുന്നാൽ നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റിലെ നല്ല രീതിയിൽ വിയർപ്പ്, അതായത് ഉഷ്ണം, അത് നല്ല രീതിയിൽ വിയർപ്പ് ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് റെയിനി സീസൺ വരുന്നുണ്ട്. ഈ ശൈത്യകാലം എന്ന് പറയുന്നത്, വിന്റർ സീസൺ വളരെ കുറവാണ് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഈ നല്ല വിയർക്കുന്ന സമയത്ത് നമ്മുടെ വിയർപ്പ് ശരിക്കും പറഞ്ഞാൽ അടഞ്ഞു പോകുന്ന രീതിയിൽ പാളികൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് പുറത്തു പോകാൻ കഴിയുന്നില്ല. നമ്മളിപ്പോ യൂറിൻ പാസ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റൂൾ പാസ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ചർമ്മത്തിലൂടെ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് പുറത്തു പോകുന്നത്. അപ്പൊ അത് പോകാൻ അതിന് കഴിഞ്ഞില്ല എങ്കിൽ അത് വേറെ രീതിയിലുള്ള, അതായത് മുഖക്കുരു എന്ന് പറയുന്നത് എന്താണ്? ഈ സെബം സെക്രീഷൻസ് മുഴുവൻ പുറന്തള്ളാൻ പറ്റാതെ വരുന്ന സമയത്ത് സെബം അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് പിമ്പിൾസ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ പിമ്പിൾസ് ഉണ്ടാകാം. മുഖം ഭയങ്കരമായിട്ട് ഓയിലി ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇങ്ങനെ പല പ്രശ്നങ്ങളിലേക്കും, ഈവൻ നമ്മുടെ വിയർപ്പ് ശരിയായിട്ട് പുറത്ത് പോയില്ലെങ്കിൽ ചിലപ്പോൾ പല അസുഖങ്ങളിലോട്ടും, അതായത് സ്കിന്നിലെ കാര്യങ്ങൾ സപ്രസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് ജലദോഷം, ഇപ്പൊ തല വിയർത്ത് നമ്മൾ ശരിയായിട്ട് അത് എന്താ പറയാ അടഞ്ഞു പോകുക എന്ന് പണ്ടുള്ളവർ പറയും. അപ്പൊ നമുക്ക് എന്താ ജലദോഷം വരും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ വേസ്റ്റ് മെറ്റീരിയൽസ് പുറന്തള്ളപ്പെട്ടില്ല എങ്കിൽ അതിനനുസരിച്ചുള്ള അസുഖങ്ങൾ പിന്നീട് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഓർക്കുക, നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെങ്കിലും അതേപോലെ നമ്മുടെ ശൈത്യകാലമാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കൊടുക്കാം. പക്ഷെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ ശരീരത്തിന് പറ്റിയ, നമ്മുടെ ചർമ്മത്തിന് പറ്റിയ ശരിയായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഹൈഡ്രേഷൻ ചെയ്യേണ്ട ആവശ്യകതയുള്ള കാര്യം എടുക്കുക. അത് നല്ല പ്രൊഡക്റ്റ്, ഏറ്റവും നല്ല പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതേപോലെ തന്നെ കുറേ സാധനങ്ങൾ ഉപയോഗിച്ചു എന്ന് കരുതി പ്രത്യേക ബെനിഫിറ്റ്സ് ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. അതേസമയം തന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ
അല്ലെങ്കിൽ ഒരു 5 കാര്യങ്ങൾ ഒരേ കാര്യത്തിന് വേണ്ടി ഹൈഡ്രേഷന് വേണ്ടി 5 കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ സെൻസിറ്റീവ് സ്കിന്നിൽ ചിലപ്പോൾ ചൊറിച്ചിലോ അസ്വസ്ഥതയോ രൂപപ്പെടാനും ഇടയുണ്ട്. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ മേക്കപ്പ് ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ടീനേജേഴ്സ് അവരുടെ മുഖം നല്ല ഭംഗിയായി ഇരിക്കാനും അല്ലെങ്കിൽ അവരുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയി ഇരിക്കാനും വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അത് ശരിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. കാരണം ഹൈഡ്രേഷൻ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഈ ഒരു കാര്യത്തിൽ സിറത്തിലാണെങ്കിലും ജെല്ലിലാണെങ്കിലും ഫേഷ്യൽ ഓയിലാണെങ്കിലും ഉണ്ട്. പക്ഷെ അത് ശരിയായിട്ടുള്ള സമയത്ത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡ്രൈ ആയിട്ടുള്ള ആളുകളിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാതെ ഓയിലി ആയിട്ടുള്ള സ്കിന്നുള്ളവരിൽ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുഖക്കുരു വരും. അതേപോലെ തന്നെ തുടർന്ന് വേറെ പ്രശ്നങ്ങളിലോട്ട് ഈ കേസ് അല്ലെങ്കിൽ ഈ പേഷ്യന്റിന് പോകാനായിട്ട് ഇടയുണ്ട്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ എടുക്കേണ്ടത് ഈ ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ പല സംശയങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. എന്താണ്, എങ്ങനെയാണ് ഇത് ശരിയായിട്ട് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, ഇത് ഉപയോഗിച്ചവർക്ക് ഇപ്പം ഓയിലി സ്കിന്നുള്ളവരും ഉണ്ട്, ഡ്രൈ സ്കിന്നുള്ളവരും ഉണ്ട്. ആർക്കാണ് ഈ നമ്മുടെ സ്കിൻ ഫ്ലഡിങ് കൊണ്ട് അല്ലെങ്കിൽ ഹൈഡ്രേഷൻ ചെയ്യാനായിട്ട് ഒരുപാട് ജെല്ലുകളും എല്ലാം അവൈലബിൾ ആണ്. അതായത് എല്ലാ തരത്തിലുള്ള പ്രൊഡക്ട്സും ഉണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഏതെങ്കിലും കാര്യത്തെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. അതിനനുസരിച്ചുള്ള മറുപടികൾ. പിന്നെ പിമ്പിൾസ് ഒക്കെ ആണെങ്കിൽ ട്രീറ്റ്മെന്റ് നിർബന്ധമായിട്ടും ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഈ പ്രൊഡക്ട്സ് ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരുപാട് നിങ്ങളുടെ ശരീരത്തിന് അത് പിടിക്കുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കുക. തുടർന്ന് നിങ്ങൾ ഹോമിയോ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പിമ്പിൾസ് ഒഴിവാക്കാനുള്ള മരുന്നുകൾ, ഞങ്ങൾ പ്രകൃതമനുസരിച്ച മരുന്നുകൾ, പിന്നെ അതേപോലെ തന്നെ പെർട്ടിക്കുലർ ആയിട്ടുള്ള മരുന്നുകളൊക്കെ തരുന്നതാണ്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, അല്ല നിങ്ങൾക്ക് ശരിക്കും ഹൈഡ്രേഷൻ ആയിട്ട് കിട്ടി എന്നുണ്ടെങ്കിൽ അതും കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്